ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് പോലും SSC എന്താണെന്നോ അതിൻ്റെ ഫുൾ ഫോം എന്താണെന്നോ പോലും അറിയത്തില്ലായിരുന്നു. സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൻ്റെ നടത്തുന്ന ബോഡി ഏതാണെന്നോ അതിനെപ്പറ്റിയുള്ള ധാരണയൊന്നും ഇല്ലായിരുന്നു. പെർഫെക്റ്റ് ആയിട്ടുള്ള സിലബസ് SSCയുടേത് CGLൻ്റേതാണ്. ഒരു വർഷ സമയം മാത്രമേ ഹരീഷ് ഇതിനു വേണ്ടി എടുത്തുള്ളൂ. അത് എനിക്ക് ക്ലിയർലി അറിയാവുന്ന കാര്യമാണ്. അതായത് 2023 മാർച്ചിൽ വന്ന് ജോയിൻ ചെയ്തു, 2024 CGL ക്ലിയർ ചെയ്യുകയും ചെയ്തു. പക്ഷേ 50-50 ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടോ ചാൻസ് എടുക്കണം എന്നുള്ളത്. അത് ഞാനാണെങ്കിൽ ആക്യുറസിക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല. എത്ര ക്വസ്റ്റ്യൻ തെറ്റുന്നൊന്നും മൈൻഡ് ആക്കാറില്ല. എനിക്ക് എപ്പോഴും ഒരു എക്സാമിനാണെങ്കിൽ ഇത്ര അറ്റംപ്റ്റ് ഉണ്ടാവണമെന്നൊരു മസ്റ്റുണ്ട്. അതിന് ഞാൻ ഈ മാക്സിമം ചാൻസസ് എല്ലാം എടുക്കും. ഈ എക്സാം സെൻറ്ററിൽ നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ വേറെ നമ്മൾ മോക്ക് ചെയ്താലൊന്നും കിട്ടത്തില്ല. അതിനകത്ത് പല പരീക്ഷകളും നമ്മൾ ഫ്രീ ആയിട്ടാണ് എഴുതുന്നത്. ഒരു വർഷത്തെ പരിശീലനത്തിലൂടെ SSC CGL പരീക്ഷ നേടിയെടുത്ത കഥയാണ് ഇന്നത്തെ ദിശ അക്കാഡമിയുടെ സക്സസ് പോയിന്റിൽ നിങ്ങളിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് പരിചയപ്പെടാം ദിശ അക്കാഡമിയുടെ തന്നെ സ്റ്റുഡൻ്റായ ഹരീഷിനെ. നമുക്ക് എല്ലാവർക്കും ഹരീഷിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. നമസ്കാരം സാർ. പറഞ്ഞോളൂ ഹരീഷിൻ്റെ ആദ്യം നമുക്ക് വേണ്ടത് ഈ ഒരു ഇൻ്റർവ്യൂ ഞാൻ ഹരീഷുമായിട്ട് നടത്തുന്നത് ഒരു കാഷ്വൽ ടോക്കായിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഹരീഷിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാനും ഹരീഷിൻ്റെ ഏജ് ഇപ്പോൾ ഒരു ഒറ്റ വർഷമാണ് ഹരീഷ് ഈ ഒരു CGL നേടിയെടുക്കാനായിട്ട് എടുത്തത്. അപ്പോൾ ഹരീഷിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പ്രിപ്പറേഷന് കാര്യങ്ങളെല്ലാം അറിയാൻ. അപ്പോൾ നമുക്ക് ആദ്യം തുടങ്ങേണ്ടത് ഹരീഷിൻ്റെ വീട് കാര്യങ്ങൾ എല്ലാം എവിടെയാണ് എന്ന് നമ്മുടെ ആളുകൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. സാർ, ഞാൻ കൊട്ടാരക്കരയിലെ കരിപ്രയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി ഇങ്ങനെ 3 പേരാണുള്ളത്. ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങിയത് 2023 മാർച്ച് മുതലാണ്. മാർച്ച് ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഒരു വർഷം, അതായത് 2024 CGL ആണ് ഇപ്പോൾ ക്ലിയർ ചെയ്തത്. അപ്പോൾ ഞാൻ പ്രിപ്പറേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഹരീഷിൻ്റെ കുറച്ചുകൂടി കാര്യങ്ങൾ എനിക്ക് അറിയണമെന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അക്കാഡമിയിൽ ഇരുന്ന സമയത്താണ് ഹരീഷ് അക്കാഡമിയിലേക്ക് വരുന്നത്. അപ്പോൾ ഹരീഷും അച്ഛനും കൂടെയാണ് അക്കാഡമിയിലേക്ക് വരുന്നത്. ആ ഒരു എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഹരീഷ് അച്ഛനോട് വന്നിട്ട് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ മൈൻഡിൽ വളരെയധികം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഹരീഷ് വന്ന് ജോയിൻ ചെയ്തതുമായ രീതിയൊക്കെ കണ്ടപ്പോൾ ഹരീഷിന് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിൽ തോന്നിയ ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ഹരീഷിനോട് ചോദിക്കാനുള്ളത് ഹരീഷിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എനിക്ക് അതുകൊണ്ട് തന്നെ അറിയണം എന്ന് ആഗ്രഹമുണ്ട്. വീട്ടിൽ ആരൊക്കെയാണുള്ളത്? അച്ഛൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? അച്ഛൻ ടീ ഷോപ്പ് ഉണ്ട്. അമ്മ കാഷ്യൂ ഫാക്ടറി വർക്കറാണ്. കരിപ്ര തന്നെയാണ് ഈ ടീ ഷോപ്പ് ഉള്ളത്? കരിപ്ര തന്നെ. അമ്മ കരിപ്ര ഫാക്ടറി തന്നെ പോകുന്നത്. ഒരു ചെറിയ ഗ്രാമമാണ് അല്ലേ കരിപ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വലിയ സ്ഥലമൊന്നുമല്ല, ഒരു ചെറിയ ഗ്രാമമാണ്. അപ്പോൾ ആ ഗ്രാമത്തിൽ നിന്ന് ഈ ഒരു എക്സാമിലേക്ക് നമ്മുടെ നാട്ടിൽ PSC ഒക്കെ എല്ലാവരും ക്ലിയർ ചെയ്തവരും ഉണ്ട്. ഹരീഷിൻ്റെ വീടിൻ്റെ അടുത്ത് PSC പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാം ക്ലിയർ ചെയ്ത് ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഹരീഷ് SSC എന്ന് പറഞ്ഞ പരീക്ഷയെക്കുറിച്ച് എപ്പോഴാണ് കേട്ടെ? ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് പോലും SSC എന്താണെന്നോ അതിൻ്റെ ഫുൾ ഫോം എന്താണെന്നോ പോലും അറിയത്തില്ലായിരുന്നു. സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൻ്റെ നടത്തുന്ന ബോഡി ഏതാണെന്നോ അതിനെപ്പറ്റിയുള്ള ധാരണയൊന്നും ഇല്ലായിരുന്നു. ഞാൻ 2022 ഡിഗ്രി കഴിഞ്ഞ ശേഷം ആദ്യമേ PSC കോച്ചിങ്ങിനാണ് പോയത്. അത് ഒരു ലക്ഷ്യബോധത്തോടെ പോയതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു 3-4 മാസം പോയി. പക്ഷേ അതിനിടയ്ക്ക് PSCയുടെ ഒരു എക്സാം എഴുതിയിട്ടൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷമാണ് എനിക്ക് പറ്റിയ സിലബസ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് പറ്റുന്ന ഏത് എക്സാമാണ് ഉള്ളതെന്ന് നോക്കിയത്. അപ്പം ബാങ്കിങ് എക്സാംസും അതേപോലെ SSC എക്സാംസിന് അതും പ്രിപ്പയർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ 2023 മാർച്ച് ബാച്ചിൽ ഇവിടെ ജോയിൻ ചെയ്തു ദിശയിൽ. ഓക്കെ, എനിക്ക് ചോദിക്കാനുള്ളത് ഹരീഷിൻ്റെ എഡ്യൂക്കേഷൻ. ഹരീഷിന് ഇപ്പോൾ ഉള്ള ഏജ് എത്രയാണ്? 23. അപ്പോൾ ഹരീഷിൻ്റെ ഈ ഒരു പഠിച്ചത് ഒക്കെ എവിടെയാണ്? അപ്പോൾ കരിപ്ര തന്നെയാണോ പഠിച്ചത്? ഞാൻ കരിപ്ര LP സ്കൂളിലായിരുന്നു. ശേഷം UP ഗവൺമെൻറ് UPS നെടുങ്കാവ്, പിന്നീട് ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും GHSS കുഴുമതിക്കാട്. ശേഷം ഞാൻ കോളേജ് കംപ്ലീറ്റ് ആക്കിയത് TKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കരിക്കോട്. ഏത് ബ്രാഞ്ചിലാണ് പഠിച്ചത്? മാത്സ് ആണോ? BSc മാത്സ്. അപ്പം മാത്സ് ഇഷ്ടപ്പെട്ടാണോ മാത്സ് അതിലേക്ക് പോയത്? അതെ, മാത്സ് ഇഷ്ടപ്പെട്ടിട്ടാണ്. പ്ലസ് ടുവിനൊക്കെ മാത്സ് നന്നായിട്ട് പഠിക്കുന്ന ആളായിരുന്നു? പ്ലസ് ടുവിലെ മാത്സ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു. നന്നായിട്ട് മാത്സ് പഠിച്ചിട്ടുള്ളതും പ്ലസ് ടുവിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാത്സ് എടുത്തത്. PSCക്ക് മാത്സ് തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം അതായിരുന്നു. അപ്പോൾ മാത്സ് കോൺഫിഡൻ്റ് ആയതുകൊണ്ട് ആണോ SSC എക്സാംസ് അല്ലെങ്കിൽ ബാങ്കിങ് എക്സാംസ് ചിന്തിക്കാനുള്ള കാരണം? ഞാൻ BSCക്ക് മാത്സ് എടുത്തെങ്കിലും അത് പ്ലസ് ടുവിലെ മാത്സിൽ നിന്ന് വളരെ വ്യത്യാസമുള്ളതായിരുന്നു. അതിനകത്ത് മാത്സ് തിയറി ആയിരുന്നു മൊത്തം. അതുകൊണ്ട് തന്നെ എനിക്കത് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ അതിനുശേഷം ഏതെങ്കിലും കോച്ചിങ്ങിലോട്ട് മാറാമെന്നുള്ള തീരുമാനം എടുത്തത്. അപ്പം ആദ്യമേ PSCക്ക് പോയെങ്കിലും ഞാൻ അത് കൃത്യമായിട്ട് അത് ഉദ്ദേശിച്ചല്ല പോയത്. പിന്നീട് ഇപ്പം SSCയിലോട്ട് വന്നപ്പോഴും അതിൻ്റെ മാത്സും അതേപോലെ അതിൻ്റെ സിലബസ് എല്ലാം ഈക്വലി പ്രൊപ്പോർഷനായിട്ടുള്ളതും എല്ലാം എനിക്ക് അത് പറ്റുന്നതാണെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ SSC ബാങ്ക് എക്സാംസ് പിന്നീട് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്.
ഈ സബ്ജക്റ്റുകൾ കൊണ്ട് തീരുമാനിച്ചതാണ്. ഇപ്പം SSCയിലേക്ക് ആളുകൾ വരുന്നതിന് കുറേ കാരണങ്ങളുണ്ട്. അത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എല്ലാ വർഷവും പരീക്ഷകളുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ CGL, CHSL, MDS, ഇപ്പോൾ ഹരീഷ് ക്ലിയർ ചെയ്ത പരീക്ഷകൾ ഉൾപ്പെടെ എല്ലാ വർഷവും നടക്കുന്ന പരീക്ഷകളാണ്. അപ്പോൾ പെട്ടെന്നൊരു ജോലി കിട്ടുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പം ഹരീഷിൻ്റെ വീട്ടിൽ ഹരീഷിന് എങ്ങനെയായിരുന്നു? ഒരു ജോലി പെട്ടെന്ന് വേണ്ട സാഹചര്യമാണോ വീട്ടിൽ? ഇല്ല, വീട്ടിൽ നിന്ന് ജോലി പെട്ടെന്ന് വേണമെന്നുള്ള പ്രഷറൊന്നും ചെയ്യാറില്ല. ഞാൻ പഠിക്കാൻ പോകുന്നതിന് ശേഷം അടുത്ത ഘട്ടമായിട്ട് ഇപ്പം കോമ്പറ്റേറ്റീവ് എക്സാം ഫീൽഡിലോട്ട് ഇറങ്ങി. അത്തരത്തിൽ വീട്ടിൽ നിന്ന് അതിന് രീതിയിലൊന്നുമുള്ള യാതൊരുവിധ പ്രഷറോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു. അവസാനം ഞാൻ ഉദ്ദേശിച്ച കണക്ക് തന്നെ CGL ക്ലിയർ ചെയ്യാൻ പറ്റി. ഈ SSC എക്സാമുകളെ കുറിച്ചൊക്കെ അച്ഛനൊക്കെ അറിയാമോ? SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. അന്ന് ഞാൻ അച്ഛൻ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. അച്ഛന് ഹരീഷ് പറഞ്ഞു അതുകൊണ്ട് വന്നു എന്നുള്ളതല്ലാതെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാമിനെ കുറിച്ചൊക്കെ അച്ഛൻ അറിയാമായിരുന്നു? ഇല്ല, അച്ഛൻ അറിയത്തില്ലായിരുന്നു. അച്ഛന് എക്സാമുകളെ കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോൾ ഹരീഷിനൊരു കോൺഫിഡൻസ് അച്ഛൻ ഉണ്ടായിരുന്നു അല്ലേ? ഹരീഷ് അത് നേടിയെടുക്കുമെന്നൊരു എക്സാംസ് പ്ലസ് ബാങ്കിങ് ആണെന്ന് ഉള്ള ധാരണ മാത്രമേ അച്ഛനെ അറിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പോകുന്നു എന്നുള്ളതേ അറിയത്തുള്ളൂ. ഹരീഷ് അത് നേടിയെടുക്കുമെന്നൊരു വിശ്വാസം എനിക്ക് തോന്നുന്നു അച്ഛൻ ഉണ്ടായിരുന്നു തോന്നുന്നു. അച്ഛനുണ്ടായിരുന്നു. ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അച്ഛൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഹരീഷിനെ അന്ന് കൊണ്ടുവന്ന് ആക്കിയത്. അമ്മ എന്ത് പറഞ്ഞു ഈ കോച്ചിങ്ങിന് പോകാൻ നേരത്തെ? അമ്മയും സപ്പോർട്ടീവ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ ഫാമിലി നന്നായിട്ട് നമ്മളെ ഈ ഒരു എക്സാമിന് പോകുമ്പോൾ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഒരു വർഷ സമയം മാത്രമേ ഹരീഷ് ഇതിനു വേണ്ടി എടുത്തുള്ളൂ. അത് എനിക്ക് ക്ലിയർലി അറിയാവുന്ന കാര്യമാണ്. അതായത് 2023 മാർച്ചിൽ വന്ന് ജോയിൻ ചെയ്തു. 2024 CGL ക്ലിയർ ചെയ്യുകയും ചെയ്തു. ഇത് നമ്മുടെ അക്കാഡമിയിലെ എന്നുള്ളത് മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ ആളുകൾക്കും ഒരു മോട്ടിവേഷനാണ്. കാരണം ചുരുങ്ങിയ സമയം കൊണ്ടൊക്കെ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇത്രയും അട്രാക്റ്റീവായിട്ടുള്ള പോസ്റ്റ് നേടിയെടുക്കാൻ പറ്റുമോ? ഒരു വലിയ ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതെങ്ങനെയാണ് സാധിച്ചത്? ഞാൻ ആദ്യമൊക്കെ തുടക്കത്തിൽ ഓരോ എക്സാം വരുമ്പോഴത്തേനാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ലിമിറ്റഡ് ആയിട്ട് ആ എക്സാമിന് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന് നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള രീതിയിലായിരുന്നു നോക്കുന്നത്. ഇപ്പം സിലബസ് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും എല്ലാ തവണയും ഓരോ എക്സാം വരുമ്പോഴത്തേനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എല്ലാം പഠിച്ചിട്ട് ഓരോ എക്സാം അറ്റൻഡ് ചെയ്യും. പിന്നെ ആ ഒരു എക്സാം ഒരു 1.5-2 മാസത്തിനുള്ളിൽ പിന്നീട് വരും. അപ്പോഴാണെങ്കിൽ പിന്നെയും ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഇങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താൽ ഒരിക്കലും ഈ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ആവാനോ അതേപോലെ തന്നെ ഇത് ക്ലിയർ ആവാനോ ഉള്ള ഇത് ആവത്തില്ലെന്ന് പിന്നീട് മനസ്സിലായി. അതിനുശേഷം പിന്നീട് 2023 CGL ഞാൻ എഴുതിയിരുന്നു. അപ്പം ഞാൻ ക്ലാസ് പോലും പകുതി ആയിട്ടില്ല. ഒരു 3-3.5 മാസം ആ സമയത്താണ് ആദ്യത്തെ CGL വന്നത്. അതിനകത്ത് ഭേദപ്പെട്ട രീതിയിൽ എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ 2024 CGL മാത്രം എയിം ചെയ്തിട്ടാണ് പിന്നീട് പഠിച്ചത്. അതിനുശേഷമുള്ള സമയത്ത് പിന്നീട് ഇപ്പം 2024 CGL വേണ്ടിയിട്ട് അതിനു മുമ്പ് വന്നിട്ടുള്ള CHSL അതേപോലുള്ള പരീക്ഷകൾക്കൊക്കെ ആണെങ്കിൽ അതിനകത്തൊക്കെ അറ്റംപ്റ്റ് ചെയ്തു എന്നല്ലാതെ അതിൽ അത് മെയിനായിട്ട് എടുത്തിട്ട് ഞാൻ നോക്കിയിട്ടില്ല. CGL തന്നെയായിരുന്നു. CGL നേടിയെടുക്കണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അത് ആ ഒരു SSC കുറിച്ച് അറിഞ്ഞു. പക്ഷെ അത് ആ ഒരു ആഗ്രഹം എങ്ങനെ വന്നു? CGL എന്ന് പറഞ്ഞൊരു ആഗ്രഹം എങ്ങനെ വന്നു? CGL എന്നതിലുപരി CGL എന്നത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സിലബസ് SSCയുടെ CGLൻ്റെതാണ്. അപ്പോൾ അത് ഏത് കേന്ദ്ര ഗവൺമെൻറ് എക്സാം ആണെങ്കിൽ പോലും അതിനകത്ത് ഈ സിലബസ് ഇപ്പം നമുക്കിപ്പോൾ ഒരു PSC എക്സാം എഴുതുകയാണെങ്കിൽ ഈ SSCയുടെ സിലബസ് കൂടാതെ കേരളത്തിൻ്റെ ടോപ്പിക്കും അതേപോലെ ബാങ്കിങ് എക്സാംസ് എഴുതുവാണെങ്കിൽ അതിൻ്റെ റീസണിങ് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതേപോലുള്ള അത് ആ 2 എക്സാം മാറ്റി നിർത്തി ബാക്കി എല്ലാത്തിനും ഇതേ സെയിം പാറ്റേൺ ആണ്. ഈ 4 സബ്ജക്ട്സ് ആണ് ഇവരെല്ലാം ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഒരു എക്സാം കോൺസെൻട്രേറ്റ് ചെയ്ത് 2024 CGL കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ അതിനുശേഷം വരുന്ന എല്ലാ എക്സാംസിനുമുള്ള കണ്ടന്റ് നമ്മൾ ഇതിലൂടെ കവർ ചെയ്യുകയാണ്. അപ്പം 2024 CGL എനിക്ക് ഒരു പക്ഷേ കിട്ടിയില്ല എങ്കിൽ പോലും അതിനുശേഷം വരുന്ന എല്ലാ എക്സാംസിനകത്തും നമ്മുടെ ഈ കണ്ടന്റ് ഉണ്ട്. എന്നാലും CGL തന്നെയായിരുന്നു മൈൻഡിൽ. അതായത് ഇപ്പം നമുക്കിപ്പോൾ റെയിൽവേയുടെ NTPC ഉണ്ട്, ഗ്രൂപ്പ് D വരുന്നുണ്ട്, പല എക്സാമ്പിളും നോൺ ടെക്നിക്കൽ കാറ്റഗറിയിൽ വരുന്നുണ്ട്. അതിപ്പോൾ അതേപോലെ തന്നെ SSC CHSL ഉണ്ട്. എന്തെങ്കിലും CGL നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. എനിക്കത് നേടണം എന്നുള്ള രീതിയിൽ ആഗ്രഹിച്ചു, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ഈ ഷോർട്ട് ടൈം പീരീഡിലാണല്ലോ ഇതിലേക്ക് വന്നത്. അപ്പം ഇപ്പം തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ അക്കാഡമിയിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഷോർട്ട് ടൈം പീരീഡിൽ ഈ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി ചില ട്രിക്സ് ഒക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരീഷ് എന്ത് പറഞ്ഞു കൊടുക്കും? ഒരു ചെറിയ ടൈം പീരീഡിൽ ഈ ഇത്രയും വലിയൊരു പരീക്ഷ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ട്രിക്സ് പറഞ്ഞു കൊടുക്കും? CGLന് അധികം ഷോർട്ട് കട്ട് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണെങ്കിൽ ഷോർട്ട് കട്ട് കാണും. അങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ് നമ്മളെ എത്ര പെട്ടെന്ന് ജോലി കിട്ടുന്നത്, അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് നമുക്ക് ഈ കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ നമ്മൾ ഒരു പ്ലേസ് കണ്ടെത്തുന്നു എന്ന്
നമുക്കാവത്തുള്ളൂ. ഇപ്പം CGL-ൻ്റെ 4 ടോപ്പിക്സ് എടുത്താണെങ്കിൽ അതിൽ ഇംഗ്ലീഷ്, റീസണിങ് ഈ 2 സബ്ജക്ട്സ് ആണെങ്കിൽ നമ്മൾ അത് പ്രത്യേകം കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിയില്ല എങ്കിൽ പോലും അതിനകത്ത് നമ്മൾക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഭേദപ്പെട്ട മാർക്ക് കിട്ടും. ഞാൻ ആദ്യമായിട്ട് എനിക്ക് മോക്ക് ചെയ്തപ്പോൾ ഞാൻ ഒരു 3 മാസം ക്ലാസ് ആയപ്പോഴാണ് ആദ്യമായിട്ടൊരു മോക്ക് ചെയ്തത്. എനിക്ക് കിട്ടിയ മാർക്ക് എന്ന് വെച്ചാൽ ഒരു 91 അപ്പം അതിനകത്ത് ഞാനാണെങ്കിൽ 1 മണിക്കൂറിൻ്റെ പ്രിലിംസ് എക്സാം 40 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആക്കി. കാരണം ബാക്കിയൊന്നും അറിയത്തില്ല, ടോപ്പിക്കൊന്നും അറിയാത്തതുകൊണ്ടാണ് കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ അതിനകത്ത് ആ ഭൂരിഭാഗം മാർക്ക് കിട്ടിയത് ഇംഗ്ലീഷ്, റീസണിങ് ആയിരുന്നു. പക്ഷേ നമ്മൾ GK, മാത്സ് ഇത് രണ്ടും നമ്മൾ കണ്ടന്റിനനുസരിച്ച് പഠിച്ചാൽ മാത്രമേ അതിനനുസരിച്ചിട്ട് മാർക്ക് ഉയർത്താൻ പറ്റൂ. ഞാൻ 2021 CGL-ഉം 24 CGL-ഉം തമ്മിൽ എൻ്റെ മാത്സിന് 24 മാർക്കിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇംഗ്ലീഷിന് ആകെ 1 മാർക്കിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റീസണിങ്ങിലും 1.5 മാർക്കിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ റീസണിങ്ങിന് മാക്സിമം പ്രാക്ടീസ്, ഞാൻ ആകെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് റീസണിങ്ങിൽ എക്സാമിന് മുമ്പ് നോക്കി പോകുന്നത്. ബാക്കി പ്രാക്ടീസ് മാത്രമാണ് റീസണിങ് ചെയ്യുന്നത്. അതേപോലെ ഇംഗ്ലീഷിലാണെങ്കിലും നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചു വരുന്ന അതേ രീതിയിലുള്ള നമുക്കൊരു ബേസ് കാണാം. ആ ബേസ് വെച്ചിട്ടാണ് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഈ എക്സാമിൽ അറ്റൻഡ് ചെയ്യുന്നതെന്ന്. നമ്മളിപ്പം എക്സാമിന് പോകുമ്പോഴാണെങ്കിൽ 120 റൂൾസ് ഓഫ് ഗ്രാമർ ഇതെല്ലാം പഠിച്ചിട്ട് പോകും, ഇത്തരത്തിലുള്ള കുറേ കാര്യം ബ്ലാക്ക് ബുക്ക് പഠിച്ചിട്ട് പോകും, ഇതെല്ലാ കാര്യങ്ങളും വരും. പക്ഷേ ഏറ്റവും പ്രൈമായിട്ട് നമുക്ക് എക്സാമിന് പോകുമ്പോൾ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പഴയ ബേസാണ് വരുന്നത്. അതിനകത്ത് ഈ ക്വസ്റ്റ്യനകത്ത് ഒരു ഗ്രാമറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ തിരുത്താനായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ അതിനകത്ത് മിക്കപ്പോഴും ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഈ 120 റൂളൊന്നും ആയിരിക്കത്തില്ല ഓർമ്മ വരുന്നത്. നമ്മൾ എങ്ങനെയാണോ അത് നമ്മൾ പണ്ട് പഠിച്ചു വന്നത് അതായിരിക്കും ഓർമ്മ വരുന്നത്. അല്ലെങ്കിൽ ഇതിന് ആപ്റ്റായിട്ട് എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പം ഇംഗ്ലീഷ് ഞാൻ പിന്നീട് 2023 CGL എഴുതിയപ്പോഴാണെങ്കിൽ ഞാൻ ഇംഗ്ലീഷിന് ബ്ലാക്ക് ബുക്ക് തൊട്ടിട്ടേ ഇല്ല. അതേപോലെ ഗ്രാമറിൻ്റെ റൂളും അങ്ങനെ ഒരു കാര്യമുള്ളത് ഇങ്ങനെ 120 റൂൾസ് എന്നുള്ള സംഭവം പ്രത്യേകം പഠിക്കുന്ന രീതി പോലും അറിയത്തുമില്ല. പക്ഷേ 2024 CGL വന്നപ്പോഴാണെങ്കിൽ ഈ സംഭവം എല്ലാം നോക്കിയിട്ടുണ്ട്. എങ്കിട്ട് ആ മാർക്കിന് വലിയ വ്യത്യാസം വന്നിട്ടില്ല. പിന്നെ മാത്സിനാണെങ്കിൽ നമ്മൾ ഓരോ തവണയും നമ്മുടെ രീതികളെ തന്നെ അതിനെ ഷോർട്ടാക്കാൻ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഏറ്റവും ഷോർട്ടാക്കുന്നതാണ് നമ്മളെ മാത്സിന് എത്ര പെട്ടെന്ന് എക്സാമിന് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ആക്കുന്നത്. ഇപ്പം ഞാനാണെങ്കിൽ ആദ്യത്തെ CGL എഴുതുമ്പോഴാണെങ്കിൽ എനിക്ക് മാത്സിന് എല്ലാ ക്വസ്റ്റ്യനും കാണാൻ പറ്റി. പക്ഷേ അത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ടോപ്പിക് ആണെങ്കിൽ പോലും അവസാനം വരെ സ്കിപ്പ് ചെയ്തിട്ടാണ് അവസാനം എത്തിയത്. അങ്ങനെ വലിയ രീതിയിലൊന്നും ആദ്യത്തെ 2-3 പരീക്ഷയ്ക്കൊന്നും മാത്സിനൊന്നും നന്നായിട്ട് പെർഫോം ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല. നമ്മൾ മാത്സിനാണെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സിനും അതിനൊരു ബേസ് ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പം തുടക്കത്തിലുള്ള നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ അത് വേറെ കുറേ ചാപ്റ്റേഴ്സിൻ്റെ ബേസാണ്. അതേപോലെ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ചാപ്റ്റർ, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ഇതേപോലെ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. അതുവഴിയാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസിസ് ആയിട്ട് വരുന്നതാണ് ഇപ്പോൾ ഡിസ്കൗണ്ട്, അതേപോലെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മുതലായവ എല്ലാം പെർസെൻറ്റേജ് തന്നെ അതിൻ്റെ ഇതായിട്ട് വരുന്നതാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നെങ്കിൽ അതിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്യണം. പക്ഷേ നമ്മുടെ മെത്തേഡ് കൂടുതൽ ടൈം കൺസ്യൂമിങ് ആണ്, അത് വെച്ച് നമുക്ക് ഈ എക്സാം ക്ലിയർ ചെയ്തില്ല എന്ന് തോന്നുവാണെങ്കിൽ ആ സമയം ബാക്കി മെൻറ്റേഴ്സ് ആണെങ്കിലും മറ്റ് ടീച്ചേഴ്സ് ആണെങ്കിലും നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന മെത്തേഡിലോട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പം നമ്മളാണെങ്കിൽ കുറേ റൂൾസ് പഠിക്കുന്നു, കുറേ മാത്സിനാണെങ്കിൽ ഇക്വേഷൻ പഠിക്കുന്നു, കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുന്നു, എന്തൊക്കെയാണെങ്കിൽ പോലും നമ്മൾ ഈ മോക്ക് ചെയ്യാതെ ഒരിക്കലും മാർക്ക് ഇമ്പ്രൂവ് ആവത്തില്ല. ഈ ഫിക്സഡ് ടൈമിനുള്ളിൽ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ പഠിച്ചതിന് ചിലപ്പം നമുക്ക് ആ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ ഇരുന്ന് പോയാൽ നമ്മളിപ്പം ഇപ്പം നമ്മൾ ചെയ്തു വന്ന പ്രോസസ്സിനെ എല്ലാം ഒറ്റ അവറിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഹരീഷ്, എനിക്ക് തോന്നിയത്, ഞാൻ ഇടപെട്ടിട്ടൊന്ന് ചോദിച്ചോട്ടെ, ഹരീഷിൻ്റെതായ ഒരു മെത്തേഡ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി അല്ലേ? ക്ലാസ് ഇപ്പോൾ ആഫ്റ്റർ ദ ക്ലാസ് കംപ്ലീഷൻ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു എത്ര നാളത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തായിരുന്നു? 6 മാസം ഉണ്ടായിരുന്നു. മാർച്ച് തുടങ്ങി, മാർച്ച് ബാച്ചിൻ്റെ ക്ലാസ് തീർന്നത് ഡിസംബറോട് കൂടിയൊക്കെ ക്ലാസ്, പിന്നെ ഫോക്കസ് ബാച്ചുകളിലേക്ക് പോയി. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഹരീഷിൻ്റെ ഈ ക്ലാസ്സുകൾക്ക് ശേഷം ഹരീഷിൻ്റെതായ ഒരു മെത്തേഡ് കണ്ടുപിടിക്കാൻ തുടങ്ങി അല്ലേ? അതായത് മാത്സുകൾക്കെല്ലാം തന്നെ ഷോർട്ടായിട്ട് ചെയ്തെങ്കിൽ ആ ഒരു ടൈമിനകത്ത് തീരത്തുള്ളൂ എന്നുള്ള രീതിയിലേക്ക് മെത്തേഡുകളിലേക്ക് പോയി. ഇംഗ്ലീഷ് ഹരീഷിൻ്റെതായ ഒരു മെത്തേഡ്, അത് അങ്ങനെ എല്ലാ സബ്ജക്റ്റിനും പ്രധാനപ്പെട്ട നമ്മുടെ കോർ സബ്ജക്റ്റുകൾക്കെല്ലാം ഹരീഷിൻ്റെതായ ഒരു രീതി കൊണ്ടുവന്നു. അതൊരു വലിയൊരു കാര്യമാണ്. നമ്മളൊരു ഒരു 1 ഇയർ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടേതായ ഒരു രീതിയിലേക്ക് മാറിയെങ്കിലേ നമുക്ക് ആ ഒരു ടൈം പീരീഡിനകത്ത് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റൂ എന്നാണ് ഹരീഷ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അതാണോ ഹരീഷ് ഉദ്ദേശിച്ചത്?
അതെ. അതെ, അപ്പൊ തീർച്ചയായിട്ടും അതൊരു വലിയൊരു കാര്യമാണല്ലേ. അപ്പൊ തുടങ്ങുന്ന ഒരാൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഹരീഷിന് ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്ട് അല്ലെങ്കിൽ പാടായിട്ടുള്ള സബ്ജക്ട് അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ? ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും പാടായിട്ടുള്ള സബ്ജക്റ്റ് മാത്സ് ആയിരുന്നു. പക്ഷേ ഹയർ സെക്കൻഡറിക്ക് ശേഷം ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് മാത്സ് ആയിരുന്നു. എന്താണ് അതിനകത്തുള്ള ഒരു പരിപാടി, ഇഷ്ടപ്പെടാനുള്ള കാര്യം? ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റേതായിട്ടുള്ള മാത്സിൻ്റെ രീതികളാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് ഉത്തരം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. എന്നിട്ട് ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും തിയറീസ് ഒക്കെ ആണെങ്കിൽ ഞാൻ എൻ്റെ രീതിയിലായിട്ട് വെറുതെ കാണിക്കാനായിട്ട് എഴുതി വെക്കുമായിരുന്നു പതിവ്. പരിപാടി. പക്ഷേ ആ രീതിയിലാകുമ്പോൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ഒക്കെ ചെയ്യും, കുറേ തിയറി ഒക്കെ എഴുതി വെക്കുകയൊക്കെ ചെയ്യും. പക്ഷേ പിന്നീട് അങ്ങോട്ട് അപ്പം പഠിച്ചതും ഈ ഹൈസ്കൂളിൽ നമ്മൾ പഠിക്കുന്ന ജോമെട്രി തന്നെയാണ് നമുക്ക് ഇപ്പോഴും ആവശ്യമുള്ളത്. പക്ഷേ അന്ന് പഠിച്ച രീതിയിലല്ല ഇന്ന് പഠിക്കുന്നത്. ഇപ്പം അതിനൊക്കെ ഒരു ബേസിസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ അന്ന് പഠിച്ചതാണെങ്കിൽ എന്തുവെന്ന് പോലും മനസ്സിലാക്കാതൊക്കെയാണ് ഞാൻ പഠിച്ചത്. അത് കോൺസെപ്റ്റുകൾ കുറെ പഠിച്ചു പോയി എന്നുള്ളതല്ലാതെ നമ്മൾ അത്രയും ഇപ്പൊ ഇരുന്ന ഒരു ക്വസ്റ്റ്യൻ സോൾവിങ്ങിലോട്ടൊന്നും അന്നേരം പോയിട്ടില്ലല്ലോ. ഈ ഡിഗ്രി ഒക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ മാത്സ് നന്നായിട്ട് ഇഷ്ടപ്പെടാനൊക്കെ തുടങ്ങി അല്ലേ? ഡിഗ്രിയിലെ മാത്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാതായത്. പിന്നെ ഈ പ്ലസ് 1 പ്ലസ് 2 മാത്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട്. അത് കഴിഞ്ഞ ഡിഗ്രി കുറെ കൂടെ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആണെന്ന്, തിയറി ഓറിയന്റഡ് ആയിട്ട് ഫീൽ ചെയ്ത്. അപ്പം അത് എക്സാമില് നമുക്ക് ഇപ്പം എക്സാമിൽ പേപ്പറിലാണെങ്കിലും മാത്തമാറ്റിക്സ് എന്ന് കാണുമ്പോൾ മാത്രമേ ഇത് മാത്സ് ആണെന്നെങ്കിലും മനസ്സിലാവൂ. ബാക്കി ഇത് വേറെ എന്തൊക്കെയോ പഠിക്കുന്നു. ഇപ്പം GK നമ്മൾ പഠിക്കുവാണെങ്കിൽ അതിന് കുറേ കണ്ടന്റ് നമ്മൾ പഠിക്കുന്നു, അതിൻ്റെ ഒരു ഇത് വരും. പക്ഷേ എനിക്ക് BSc മാത്തമാറ്റിക്സിലെ തിയറിക്കാണെങ്കിൽ യാതൊരു യുക്തിയും തോന്നിയിട്ടുമില്ല. ഓക്കെ, അപ്പോൾ ഒരു വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളാണെന്ന് ഹരീഷിന് എനിക്ക് തോന്നുന്നത്. എനിക്ക് അതുപോലെ തന്നെ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ, ഇപ്പോൾ ഈ ഒരു കുറച്ച് ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ കുറേ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ എന്തായാലും റെഫർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കുകളൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടോ ഈ CGL വേണ്ടിയിട്ട്? CGL വേണ്ടിയിട്ട് ഞാൻ ടെക്സ്റ്റ് ബുക്കുകൾ ദിശയിലെ ലൈബ്രറിയിൽ നിന്ന് ഗഗൻ പ്രതാപിൻ്റെ മാത്സ്, അതേപോലെ പിന്നാക്കൾ MCQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബ്ലാക്ക് ബുക്ക്, വൊക്കാബുലറി ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്ക് ആപ്പാണ്. മോക്ക് ചെയ്യുന്നത് മാത്രമല്ല, ചാപ്റ്റർ ടെസ്റ്റ്, സെക്ഷണൽ ടെസ്റ്റ്, ഇതേപോലുള്ള എല്ലാ രീതിയിലുള്ള ടെസ്റ്റും അതിനകത്ത് ഉണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലൊരു ചെറിയ പോർഷൻ മാത്രമായിരിക്കും ഈ ബുക്കുകൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബ്ലാക്ക് ബുക്ക് ഓഫ് ഇംഗ്ലീഷ് വൊക്കാബുലറി ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം എഫക്റ്റ് ഉണ്ടാക്കിയതെന്ന് എനിക്കറിയത്തില്ല. 120 റൂൾസും പഠിച്ചിട്ടുണ്ട് ഫുള്ള്. സെൽഫ് അനാലിസിസ് നടത്തുന്നുണ്ടായിരുന്നു ഈ മോക്കൊക്കെ എഴുതുമ്പോൾ? ഓരോ ദിവസവും നമുക്കുണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ നോക്കിയാണോ പോകുന്നത്? ഞാൻ മാറ്റങ്ങളൊക്കെ നോക്കാറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ടയർ 2ൻ്റെ മോക്കാണെങ്കിൽ വളരെ ലേറ്റായിട്ടാണ് ചെയ്തു തുടങ്ങിയത്. ടയർ 1ൽ ഇപ്പം അത് അങ്ങനെ ഫോളോ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. ഇപ്പം ടയർ 1ൽ നമ്മൾ ഇപ്പം 120 മാർക്ക് സ്ഥിരമായിട്ട് സ്കോർ ചെയ്യുന്നു, അത് 130 40 അങ്ങനെ ഉയർത്തി കൊണ്ടുവന്ന് 170 വരെ ആക്കിയിട്ടൊന്നും അവസാനം നമ്മൾ ടയർ 2വിനകത്തുള്ള രീതിയിലാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പം ആ എക്സാമിലോട്ട് വരുമ്പോൾ അത് നമ്മുടെ SSCയിൽ സ്ഥിരം നമ്മളിപ്പം ചെയ്യുന്ന ആ എക്സാം അല്ല എന്ന് മനസ്സിലാവും. അതിൻ്റെ രീതികളും അതിനകത്തുള്ള ചില ചാപ്റ്റേഴ്സും അതിനകത്തുള്ള സ്ട്രാറ്റജി എല്ലാം മൊത്തത്തിൽ മാറ്റേണ്ടി വരും. ഞാനിപ്പം ഒരു പ്രിലിംസിൻ്റെ എക്സാം എഴുതുവാണെങ്കിൽ അതിനകത്ത് ഇപ്പം ഞാൻ ആദ്യമേ ചെയ്യുന്നത് GK ഒരു 5 to 7 മിനിറ്റിൽ കംപ്ലീറ്റ് ആക്കാൻ നോക്കും. അതിനുശേഷം ഒരു 10 മിനിറ്റ്സിൽ ഇംഗ്ലീഷ് കംപ്ലീറ്റ് ആക്കും. ശേഷം ഒരു 15 to 18 മിനിറ്റ്സിൽ റീസണിങ് കംപ്ലീറ്റ് ആക്കും. ശേഷം 25 മിനിറ്റ്സ് മാത്സിന് വേണ്ടിയിട്ട് വെക്കും. അവസാനം എനിക്ക് ബാക്കി വരുന്നത് വളരെ തുച്ഛമായിട്ടുള്ള സമയമായിരിക്കും. ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അവസാന സമയത്ത് ഇപ്പം ഞാൻ 2024 CGL എഴുതുന്ന സമയത്താകുമ്പോൾ ഞാൻ 40 മിനിറ്റ് കൊണ്ടാണ് ഈ 4 വിഷയങ്ങളും ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കുന്നത്. പിന്നീട് 2ാം റൗണ്ടും 3ാം റൗണ്ടിലും എല്ലാം പോകാനുള്ള സമയം കിട്ടി. ഇങ്ങനെ നമുക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ, ആ മാറ്റം ഉണ്ടാകുമ്പോൾ നമുക്ക് പഴയ മോക്കുകളെ അപേക്ഷിച്ചിട്ടുള്ള മാർക്ക് വ്യത്യാസം എന്ന് വെച്ചാൽ 10 to 20 മാർക്കിൻ്റെ വ്യത്യാസമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം ഇതിന് ഇപ്പം ടൈം കൺസ്യൂം ചെയ്യുന്നതിനുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ പിന്നീടേക്ക് മാർക്ക് ഫോർ റിവ്യൂ ഒക്കെ ചെയ്ത് വെക്കണം. അതേപോലെ ഞാൻ ഇപ്പം ഇത്തരത്തിൽ അവസാനം തിരിച്ചു പോകാറുള്ളത് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസിലോട്ട് മാത്രമായിരുന്നു തുടക്കമൊക്കെ. അപ്പം ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു 50-50 തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ഞാൻ ഒരെണ്ണം മാർക്ക് ചെയ്തൊക്കെ അങ്ങ് പോകുമായിരുന്നു. അവസാനം ഇത് നോക്കുമ്പോഴത്തേനാണെങ്കിൽ മാർക്ക് നോക്കുമ്പോഴാണെങ്കിൽ അതിനകത്ത് ഇംഗ്ലീഷിനായിരിക്കും മിക്കവാറും ചിലപ്പോൾ തെറ്റുന്നത്, അല്ലെങ്കിൽ GK ആയിരിക്കും തെറ്റുന്നത്. അപ്പം നമ്മൾ രണ്ടാമത് പോയിട്ടുള്ള മാത്സിനും ഒരു ഭേദപ്പെട്ട മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം പക്ഷേ ഇംഗ്ലീഷ് ആണെങ്കിൽ പിന്നെ രണ്ടാമത് നോക്കത്തുമില്ല. അപ്പോൾ ആ മിസ്റ്റേക്ക് അവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇംഗ്ലീഷിനാണെങ്കിൽ 50-50 തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഒരു ചെറിയ ഉറപ്പെങ്കിലും തോന്നുവാണെങ്കിൽ അത് മാർക്ക് ചെയ്തിട്ട് മാർക്ക്ഡ് ആൻഡ്
മാർക്ക്ഡ് ഫോർ റിവ്യൂ ആൻഡ് ആൻസേർഡ് എന്ന രീതിയിൽ വെക്കും. ശേഷം അവസാനം അത് സമയമുണ്ടെങ്കിൽ പിന്നീട് നോക്കും. അല്ലെങ്കിൽ 50-50 ആയിട്ടുള്ളത് നോർമൽ മാർക്ക്ഡ് ഫോർ റിവ്യൂ വെക്കും. അങ്ങനെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഞാൻ ഇതേപോലെ പ്രത്യേകം അവസാനം ഒന്നുകൂടെ റിവ്യൂ ചെയ്യാനായിട്ടുള്ള രീതിയിൽ നോക്കി. അപ്പോഴാണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ അതിനകത്ത് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഇപ്പം GK-യുടെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഇപ്പം തുടക്കത്തിൽ തന്നെ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്തിട്ട് പോകും, അല്ലെങ്കിൽ പിന്നത്തേക്ക് വിട്ടേക്കും. പക്ഷേ പിന്നീട് അവസാനം ഒരു 2-3 മന്തിലേക്ക് വന്നപ്പോഴത്തേന്, എക്സാമിന് 2-3 മാസം മുമ്പ് വന്നപ്പോഴത്തേന് GK ടോപ്പിക്സ് ആണെങ്കിൽ ഇതിനകത്ത് നമുക്ക് അറിയാത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം നോക്കും. അതിനകത്ത് ചിലപ്പം എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും കാണും. ഏതെങ്കിലും ഓരോ ഓപ്ഷനെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ സാധിച്ചാൽ തന്നെ ആ എക്സാമിനകത്ത് ആ ക്വസ്റ്റ്യനകത്ത് നമുക്ക് പിന്നീട് ഒന്നുകൂടെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. എല്ലാ ഓപ്ഷൻസും നമുക്ക് ഒരു പരിചയം ഇല്ലാത്തതാണെങ്കിൽ അത് വിടാം. പക്ഷേ ഇങ്ങനെ ഒരെണ്ണമെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ 50-50 ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടോ ചാൻസ് എടുക്കണം എന്നുള്ളത്. അത് ഞാനാണെങ്കിൽ ആക്യുറസിക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല. എത്ര ക്വസ്റ്റ്യൻ തെറ്റുന്നൊന്നും മൈൻഡ് ആക്കാറില്ല. എനിക്ക് എപ്പോഴും ഒരു എക്സാമിനാണെങ്കിൽ ഇത്ര അറ്റംപ്റ്റ് ഉണ്ടാവണമെന്നൊരു മസ്റ്റ് ഉണ്ട്. അതിന് ഞാൻ ഈ മാക്സിമം ഈ ചാൻസസ് എല്ലാം എടുക്കും. പക്ഷേ ഞാൻ എൻ്റെ പ്രിലിംസ് CGL പ്രിലിംസ് ആണ് എഴുതിയപ്പോഴാണെങ്കിൽ ഞാൻ അതുവരെ ചെയ്തിട്ടുള്ളായിരുന്ന മോക്കിനകത്തെല്ലാം ഏറ്റവും മിനിമം അറ്റംപ്റ്റ് മാത്രമേ അതിനകത്ത് ചെയ്തോളൂ. അതിനകത്ത് ഭയങ്കര നിരാശനായിരുന്നു. ഞാനത് കിട്ടത്തില്ലെന്നാണ് വെച്ചത്. കാരണം എല്ലാ എക്സാംസിനാലും എനിക്ക് പർട്ടിക്കുലർ നമ്പർ ഓഫ് റോങ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇതിനകത്താണെങ്കിൽ ഞാൻ അതേപോലെ തന്നെ എക്സ്പെക്ട് ചെയ്തു. പക്ഷേ വന്നപ്പോഴാണെങ്കിൽ ഞാൻ ആകെ 80 ക്വസ്റ്റ്യനെ അറ്റൻഡ് ചെയ്തുള്ളൂ. അതിൽ 75 റൈറ്റും 5 റോങ്ങുമാണ്. സാധാരണ 10 റോങ്ങിനടുത്ത് വരാറുണ്ട്. അപ്പം നോർമലൈസേഷന് ശേഷം 154 മാർക്ക്. അപ്പം അത് പ്രിലിംസ് ക്ലിയർ ആയി. പ്രിലിംസ് എഴുതിയ ആൻസർ കീ വരുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഇത് കിട്ടത്തില്ലെന്നുള്ള ഉറപ്പിലിരുന്നതായിരുന്നു. പക്ഷേ പിന്നീട് ടയർ 2-ൻ്റെ മോക്കിലോട്ട് വന്നപ്പോഴത്തേനാണെങ്കിൽ ടയർ 2-ൻ്റെ മോക്ക് മറ്റേത് അപേക്ഷിച്ച് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ടയർ 2-ൻ്റെ മോക്കിനകത്ത് നമ്മൾ ഒന്നാമത്തെ സെക്ഷനിൽ മാത്സ് റീസണിങ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. 1 മണിക്കൂറിൽ 60 ക്വസ്റ്റ്യൻ. അടുത്ത 1 മണിക്കൂറിൽ ഇംഗ്ലീഷും GK-യും 70 ക്വസ്റ്റ്യൻ. അടുത്ത 15 മിനിറ്റിൽ ക്വാളിഫയിങ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ അവയർനെസ്. അപ്പം ആദ്യത്തെ സെക്ഷനായിട്ടുള്ള മാത്സ് റീസണിങ് ഇത് മാത്രമാണ് നമുക്ക് അതിനകത്ത് ടൈം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പം മാത്സ് റീസണിങ്ങിനാണ് ആദ്യമേ ഞാൻ റീസണിങ് ആണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഒരു ആവറേജ് റേഞ്ചിൽ ഒരു 20 മിനിറ്റ്സ് ഞാൻ അതിന് വേണ്ടി വെക്കും. ശേഷം 20 മിനിറ്റ്സിൽ മാത്സ്, അടുത്ത 20 മിനിറ്റ്സിൽ രണ്ടും സെക്കൻഡ് റൗണ്ട് പോകാനായിട്ട് വെക്കും. അപ്പം ആ രീതിയിലാണ് ഞാൻ ഫോളോ ചെയ്തത്. പക്ഷേ ഞാൻ ചെയ്തിട്ടുള്ളത്, ഞാൻ എക്സാം ടയർ 1 എഴുതുന്നതിന് ജസ്റ്റ് 2 മാസം മുമ്പ് മാത്രമാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ടയർ 2 എടുക്കുന്നത് തന്നെ. അങ്ങനെയുള്ള മിസ്റ്റേക്ക് സാധാരണ എഴുതാൻ പാടില്ലാത്തതാണ്. അപ്പം ഞാനാണെങ്കിൽ ആദ്യമൊക്കെ ആണെങ്കിൽ ഇപ്പം ഈ ടയർ 2 ചെയ്യുമ്പോഴാണെങ്കിൽ വളരെ മോശം മാർക്കായിരുന്നു കിട്ടുന്നത്. ഞാനാകെ വളരെ തുച്ഛം ടയർ 2 മാത്രമേ ചെയ്തിട്ടുണ്ടായിരിക്കത്തുള്ളൂ. അപ്പം അതിനകത്ത് തന്നെ എപ്പോഴും ഈ ഒരു 300 എന്ന് പറയുന്ന ഒരു മാർക്ക് പോലും കടത്താൻ ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിരുന്നു. ഇതിനകത്തിപ്പം ഈ ഫൈനൽ എക്സാമിനകത്ത് ഞാൻ വന്നിട്ടുള്ള മാർക്കാണെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് ആകെ ഒരു തവണ മാത്രമാണ് മോക്കിനകത്ത് കിട്ടിയിട്ടുള്ളത്. വേറെ ഒരു തവണയും ആ മാർക്ക് പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ആ എക്സാം എടുത്ത് നോക്കി, ആ മോക്ക് എടുത്ത് നോക്കിയപ്പോഴാണെങ്കിൽ ഞാൻ അതിനകത്തുള്ള ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുകയല്ല ചെയ്തത്. അത് എങ്ങനെയാണ് ചെയ്തതെന്നാണ് അനലൈസ് ചെയ്തത്. അതിനകത്ത് ഞാനാണെങ്കിൽ ആക്യുറസിക്ക് ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. അതിനകത്ത് കുറേ എണ്ണം തെറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിനകത്ത് 126 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അറ്റംപ്റ്റ് ചെയ്താൽ ഒരു ക്വസ്റ്റ്യന് നമുക്ക് തെറ്റിയാൽ 1 മാർക്ക് പോകും, കിട്ടിയാൽ 3 മാർക്ക് കിട്ടും. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തെറ്റുവാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ 4 മാർക്കാണ് പോകുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ ഈക്വൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ 50-50 എടുത്തിട്ട് അവിടെ ബ്ലൈൻഡായിട്ട് ആൻസർ ചെയ്യുന്ന രീതിയിലല്ല പറയുന്നത്. നമ്മൾ 50-50 ആയിട്ട് ഒരു സാധ്യതയുണ്ടെങ്കിൽ അതിനകത്ത് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 4 ക്വസ്റ്റ്യന് 2 എണ്ണം ശരിയും 2 എണ്ണം തെറ്റുവാണെങ്കിൽ പോലും നമുക്ക് 4 മാർക്കിന് വ്യത്യാസം ഉണ്ടാകുന്ന 4 മാർക്ക് എന്ന് വെച്ചാൽ ടയർ 2-ൽ 2000 റാങ്കാണ്. നമ്മൾ സേഫ് സോൺ പിടിച്ചിട്ട് പോവുകയാണെങ്കിൽ 3 മാർക്ക് ഉറപ്പായിട്ട് നഷ്ടമാവത്തേ ഉള്ളൂ. ആ 3 മാർക്ക് നഷ്ടമാവുന്നതിനെ മാത്രമേ ഞാൻ മൈൻഡ് ചെയ്തുള്ളൂ. ഈ എക്സാം എഴുതുമ്പോൾ ടയർ 2-ന് എനിക്ക് ഓൾറെഡി അറിയാം ഞാനാണെങ്കിൽ ഒരു ലെവലും ഇല്ലെന്ന്. ടയർ 1-ലാണെങ്കിൽ ഒരു ലെവലുണ്ടെന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് പക്ഷേ എക്സാം കഴിഞ്ഞപ്പം നഷ്ടപ്പെട്ട കണക്ക് തോന്നി. പക്ഷേ ആൻസർ കീ വന്നപ്പം മാറി. പക്ഷേ ടയർ 2-ലാണെങ്കിൽ എന്തായാലും ഞാൻ പിന്നിലോട്ടാണെന്ന്. അതും 153 ആദ്യം കട്ട് ഓഫ് വന്നത് ടയർ 1-ൽ. ഏത് പോസ്റ്റാണ് കിട്ടിയത് ഹരീഷിന്? ഏത് പോസ്റ്റാണ് കിട്ടിയത്? എനിക്ക് കിട്ടിയത് UDC MSME ആണ് കിട്ടിയത്.
ഓക്കെ. അപ്പോൾ ഒരു ദിവസം ഹരീഷ് എത്ര സമയം പഠിക്കും? ഞാൻ സമയം ഒന്നും നോക്കാറില്ല. എത്ര നൈറ്റ് ഒക്കെ എണീറ്റും പഠിക്കാറില്ല, താമസിച്ച് കിടക്കാറുമില്ല. പഠിക്കുന്നതിന് വേണ്ടിയിട്ട് താമസിച്ച് കിടക്കാറില്ല. എന്നാലും ഇപ്പൊ ഈ എക്സാം ഒക്കെ ആയ സമയത്ത് കൂടുതൽ സമയം ഇരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു? ഉണ്ടായിരുന്നു, പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പൊ കൂടുതലും മോക്ക് തന്നെയാണ് പിടിച്ചത്. അപ്പം പിന്നെ നമ്മളെ ദിശയിലേക്ക് എത്തി. ക്ലാസ്സുകളൊക്കെ എത്രത്തോളം പ്രയോജനം ചെയ്തിട്ടുണ്ട് ഹരീഷിന് നമ്മുടെ ക്ലാസ്സുകളൊക്കെ? ദിശയിലെ ക്ലാസ്സുകൾ എനിക്ക് വളരെ ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവിടുത്തെ ബിഗിനേഴ്സ് മെറ്റീരിയൽ, അതേപോലെ വർക്കൗട്ട്, ഇതേപോലുള്ള എല്ലാം ചെയ്യാറുണ്ടായിരുന്നു. അതിനുശേഷം ഉച്ചവരെയുള്ള ക്ലാസ്സിന് ശേഷം വൈകിട്ട് വരെ കമ്പൈൻ സ്റ്റഡി നടത്താറുണ്ടായിരുന്നു. പിന്നീട് അവിടെ നടത്തിയ ക്വിസ് മത്സരങ്ങളും എല്ലാം ഭയങ്കര ഉപയോഗപ്പെട്ടിട്ടുണ്ട്. GK ക്വിസ് മത്സരത്തിനാണെങ്കിൽ ഇപ്പം നമ്മൾ GK ഒരു ചെറിയ പോർഷൻ മാത്രമേ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ അധികം തൊടാത്ത ആയിരിക്കും. കുറച്ച് ചാപ്റ്റേഴ്സ് ഒഴിച്ചിട്ട് അതിൻ്റെ ഭൂരിഭാഗവും നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. പക്ഷേ അന്ന് ആ ക്വിസിന് വിജയിക്കണം എന്നുള്ള കാരണം ഒരു 3 to 4 ദിവസം കൊണ്ട് തന്നെ ആ സബ്ജക്റ്റ് മൊത്തവും തീർക്കും. അത് മാത്രമല്ല അതിന്റെ PYQ എക്സ്ട്രാ വരുന്ന പോയിന്റ്സ് മൊത്തം എഴുതിയും വെക്കും. അങ്ങനെ വിൻ ചെയ്തിട്ടുണ്ട് ക്വിസ് അല്ലേ? അപ്പൊ അത് GK പഠിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ആ ഒരു ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു 3-4 ദിവസം കൊണ്ടായിരിക്കും ഇത്രയും മാറ്റം ഉണ്ടാകുന്നത്. പിന്നീടാണെങ്കിൽ നമുക്കാണെങ്കിൽ പിന്നെ PYQ നോക്കാനോ, അതായത് PDF എടുത്ത് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. കാരണം PYQ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം അതിന്റെ ആ തീവ്രതയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് ആ ക്വിസ് ഇപ്പം മുമ്പിലുണ്ട്, അതിനകത്ത് ജയിക്കണം എന്നുള്ള തീവ്രതയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആ സബ്ജക്റ്റ് മൊത്തത്തിൽ തന്നെ ഒരു 3-4 ദിവസം കൊണ്ട് ഇങ്ങനെ മൊത്തം കവർ ചെയ്യുവാണ്. അപ്പോൾ പിന്നീട് ഒരു എക്സാമിലോട്ട് വരുമ്പോഴത്തേനാണെങ്കിൽ ആ സബ്ജക്റ്റിന് പിന്നെ കൊടുക്കേണ്ടത് ലെസ് ടൈം മാത്രമായിരിക്കും. പക്ഷെ അല്ലാതെ ഒരു നോർമലി നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ടൈം ടേബിളിലാണെങ്കിൽ ഒരിക്കലും 3-4 ദിവസം കൊണ്ട് തീരത്തില്ല. അതിനുള്ള ഒരു മോട്ടിവേഷനും അതിന്റെ ഇടയ്ക്ക് ഉണ്ടാവത്തില്ല. നിങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പ് എങ്ങനെയായിരുന്നു? ഈ ഫോക്കസ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പ് എങ്ങനെയൊക്കെയായിരുന്നു? അത് പ്രയോജനം ചെയ്തിട്ടുണ്ടോ കമ്പൈൻ സ്റ്റഡി നിങ്ങളുടെ? അതെ, ഞങ്ങൾ ആദ്യം ഒരു 3-4 പേരുണ്ടായിരുന്നു ഞങ്ങൾ കമ്പൈൻ സ്റ്റഡിക്ക്. അതിനുശേഷം അവസാനം ഞങ്ങൾ ഫോക്കസ് ബാച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ ഞാൻ സജിനണ്ണനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തുടക്കത്തിൽ എൻ്റെ കൂടെ സജിനണ്ണനും AB അണ്ണനും മഹേഷ്, ദേവിക ഇവരൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പിന്നെ നിങ്ങൾ രണ്ടുപേരുമായി. നിങ്ങൾ രണ്ടുപേരും ഇപ്രാവശ്യത്തെ CGL ക്ലിയർ ചെയ്യുകയും ചെയ്തു. അത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമായിരുന്നു അല്ലേ? കാരണം നിങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിച്ചു, അതേപോലെ റാങ്കിൽ നേടി എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ ഹരീഷിനെ ഇപ്പം ഇതുപോലെ ഇപ്പം ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഇനി പുതിയ പിള്ളേരൊക്കെ പുതിയ കോഴ്സുകൾ സെലക്ട് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ ട്രൈ ചെയ്യാനായിട്ടൊക്കെ പോകുന്നവരായിരിക്കും. എന്തുവാണ് ഈ SSC എക്സാമുകൾക്ക് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ? ഇപ്പോൾ അടുത്ത വർഷം ഇനി 25 CGL വരുന്നുണ്ട്, 26 CGL വരും. അപ്പോൾ ഈ ഒരു വർഷം ഇനി പഠിക്കാനായിട്ട് പോകുന്നവരും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും എന്താണ് അവരെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹരീഷിന്റെ ഐഡിയയിൽ പറയുവാണെങ്കിൽ? ഇപ്പം 2025 CGL ഇനി ഒരു 2-3 മാസം മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ പുതുതായിട്ട് പഠിക്കാൻ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ഇപ്പം എയിം ചെയ്യേണ്ടത് 2026 CGL ആയിരിക്കണം. പക്ഷേ ഈ 2025 CGL അതിനുശേഷം വരുന്ന CHSL, MTS തുടങ്ങിയ എക്സാംസ് എല്ലാം നിങ്ങൾ എഴുതുക എന്നതിലുപരി ഇപ്പം അത് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ഇപ്പം ഒരു ചാൻസിനകത്ത് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് അവിടെ നിർത്താൻ പാടില്ല. ഇതിനകത്ത് നമ്മുടെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ മാക്സിമം എക്സാംസ് അറ്റൻഡ് ചെയ്യണം. അപ്പം നമ്മൾ 2026 CGL എയിം ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ സമയമാകുമ്പോഴത്തേനും ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സ് അത് ആണോ ഏറ്റവും ബെസ്റ്റ് എന്ന് നിങ്ങൾ ആദ്യം സ്വയം മനസ്സിലാക്കണം. അതിനുശേഷം അതല്ല എങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളത് അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. പിന്നീട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ തീർക്കണമെന്നുള്ള ഒരു ഇത് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ പഠിക്കുന്ന സമയം ഇതിനകത്ത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റൂ. പക്ഷേ എക്സാമിനാണെങ്കിൽ നമ്മൾ സ്മാർട്ട് വർക്ക് കൂടി ചെയ്യണം. പക്ഷേ ഈ ഹാർഡ് വർക്ക് ഇല്ലാതെ ഒരിക്കലും നമുക്ക് ഇതിലെത്താൻ പറ്റത്തില്ല. സ്മാർട്ട് വർക്ക്സ് നമ്മളെ എക്സാമിന് മാർക്ക് കയറാനുള്ള കാര്യങ്ങളിൽ നമുക്ക് ഉപയോഗപ്പെടും. പക്ഷേ ഇത് രണ്ടും ചേർന്നാൽ മാത്രമേ നമുക്ക് സക്സസ്. സ്മാർട്ട് വർക്ക് എന്ന് ഉദ്ദേശിച്ചത് ഈ 50-50 കട്ട് ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു 1 hour ഓൺലൈൻ എക്സാം ആണ്. അപ്പോൾ ആ മൊമെന്റിൽ അയാൾ എടുക്കുന്ന ഡിസിഷൻസ് എല്ലാം അയാളുടെ റാങ്ക് മേക്കിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഒരു സ്മാർട്ട് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ പരീക്ഷയ്ക്ക് മുമ്പ് നമ്മൾ നടത്തേണ്ട എല്ലാ പ്രിപ്പറേഷൻസും നമ്മുടെ ഹാർഡ് വർക്കിന്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റുകളും പഠിക്കേണ്ടതും സ്പീഡ് കൂട്ടണം. അപ്പോൾ മാത്സ് ഒക്കെ നല്ല സ്പീഡ് വേണ്ട കാര്യമാണ്, അത്രത്തോളം ചെയ്ത് പഠിക്കണം. എല്ലാം പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഈ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ SSC എക്സാംസിലേക്ക് വരുമ്പോഴേ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ നോർമലി എനിക്കൊന്ന് ചിലരുടെ മൈൻഡിലേക്ക് തിങ്കിങ് ഉള്ളൂ, ഇപ്പോൾ കേരളത്തിനകത്ത് ജോലി കിട്ടുമോ, അല്ലെ കേരളത്തിനകത്ത് വെളിയിലോട്ടാണെങ്കിൽ താല്പര്യമില്ല എന്ന് ചിന്തിക്കുന്ന ആശങ്കകളൊക്കെ ഉള്ള ആളുകളുണ്ട്. ഹരീഷിന് അത്തരത്തിലുള്ള ആശങ്കകളോ എല്ലാം ഉണ്ടായിരുന്നോ?
എനിക്ക് വലിയ ഒരു ആശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജോലി എന്നുള്ളത് മാത്രമാണ് ചിന്തിച്ചത് അല്ലേ? അതെ. എവിടെയാണെങ്കിലും ഒരു ജോലി എന്നുള്ളത്. അപ്പം കേരളത്തിൽ തന്നെ ജോലി കിട്ടും. ഇപ്പം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എഴുതുന്ന ആളുകളുടെ എണ്ണം കേരളത്തിൽ കുറവുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി ഉണ്ട് അല്ലേ? അപ്പം ഹരീഷിന് എവിടെയാണ് പ്രതീക്ഷിക്കുന്നത് ഹരീഷ്? എനിക്കിപ്പം UDC MSME പോസ്റ്റിലേക്കാണ് സെലക്ട് ആയിട്ടുള്ളത്. അപ്പം കേരളത്തിൽ തൃശ്ശൂർ സോണാണുള്ളത്. അവിടെ 5 വേക്കൻസിയാണ്. ഓൾ ഇന്ത്യ 30 വേക്കൻസി, അതിൽ 5 എണ്ണം തൃശ്ശൂരാണുള്ളത്. ഇത് റാൻഡം പോസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. വെളിയിലാവാണെങ്കിലും ആവാം. വെളിയിലാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഇപ്രാവശ്യത്തെ CGL ഹരീഷ് നോക്കുന്നുണ്ടോ? ഇനി ഇൻസ്പെക്ടർ പോസ്റ്റുകൾ അങ്ങനെ വല്ല ചിന്തയും ഉണ്ടോ ഇപ്രാവശ്യത്തെ CGL? അതെ, 2020 CGL എന്തായാലും ട്രൈ ചെയ്യണമെന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊരു തികച്ച ഒരു ഇനിയൊരു കോമ്പറ്റീഷനെയും കൂടെ ഫേസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഉദ്ദേശിച്ച. അപ്പോൾ ഹരീഷിന്റെ മനസ്സിൽ CGL ഇന്ന പോസ്റ്റ് എന്ന് വല്ലതും ഉണ്ടോ? ആഗ്രഹങ്ങൾ വല്ലതും ഉണ്ടോ? ഞാനൊരു 2-3 പോസ്റ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു കൊടുത്തിരുന്നത്? ഇതിന് മുകളിലായിട്ട് കൊടുത്തിരുന്നത് ഏതൊക്കെയായിരുന്നു? 7 ഇൻസ്പെക്ടർ പോസ്റ്റും വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അതിലേക്ക് എത്തണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഈ വർഷം എഴുതിയ ഈ 2023 ജോയിൻ ചെയ്ത് 24 പരീക്ഷ ഇപ്പൊ നമ്മൾ ക്ലിയർ ചെയ്ത് അതിനിടയ്ക്ക് എഴുതിയിട്ടുള്ള പരീക്ഷകളൊക്കെ ഒന്ന് പറയാമോ? ഏതൊക്കെയാ പരീക്ഷകൾ? SSCയുടെ MTS, CGL, CHSL, ഡൽഹി പോലീസ്, അതേപോലെ IB ACIO, IB MTS, കോസ്റ്റ് ഗാർഡ് അസിസ്റ്റന്റ് കമാൻഡന്റ്, SSC GD, പിന്നീട് PSC എക്സാംസ്, ഇന്ത്യൻ നേവി സിവിലിയൻ, എല്ലാ പരീക്ഷ എഴുതിയിട്ടുണ്ട്. റെയിൽവേ ടെക്നീഷ്യൻ. ഇതെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഈ എക്സാമുകളെല്ലാം എഴുതുന്നത് ഭയങ്കരമായിട്ട് നമ്മളെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇത് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഈ എല്ലാ എക്സാമും വിജയിക്കാൻ വേണ്ടിയിട്ടല്ല എഴുതുന്നത്. ഇപ്പം ഈ CGL മെയിനായിട്ട് നോക്കുമ്പോൾ ഇപ്പം ബാക്കിയുള്ള എക്സാംസ് എല്ലാം അതിനുള്ള ഈ എക്സാം സെൻറ്ററിൽ നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ വേറെ നമ്മൾ മോക്ക് ചെയ്താലൊന്നും കിട്ടത്തില്ല. അതിനകത്ത് പല പരീക്ഷകളും നമ്മൾ ഫ്രീ ആയിട്ടാണ് എഴുതുന്നത്. നമ്മൾ ഫ്രീ മൈൻഡഡ് ആയിട്ട് നമ്മളെ ചാൻസസ് എല്ലാം എടുത്ത് നമ്മൾ എന്തൊക്കെയാണ് അതിനകത്ത് യഥാർത്ഥ എക്സാമിൽ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം ഇത്തരത്തിലുള്ള ട്രയൽ എക്സാംസിനകത്ത് എല്ലാം ചെയ്തിട്ടാണ് വരുന്നത്. ഇപ്പം കേരള PSCയുടെ എക്സാംസ് എല്ലാം എഴുതുന്നതിനകത്ത് തന്നെ ഞാൻ ഇപ്പം CGLനകത്ത് പരീക്ഷിക്കാനുള്ള എല്ലാവിധ പ്ലാനുകളും എല്ലാം അതിനകത്താണ് നടപ്പിലാക്കിയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാം കിട്ടിയപ്പം വീട്ടിൽ ആദ്യമായിട്ട് എക്സാം കിട്ടിയെന്നുള്ള കാര്യം ആരാണ് വിളിച്ചു പറയുന്നത്? സൈൻ ചേട്ടനാണ് വിളിച്ചത്. ഓക്കെ, അപ്പോൾ സൈൻ ചേട്ടൻ വിളിച്ച് പറഞ്ഞപ്പോൾ എന്തുവാണ് വീട്ടിലുണ്ടായൊരു സന്തോഷം? എന്താണ് ഹരീഷിനുണ്ടായ സന്തോഷം? എനിക്ക് നല്ല സന്തോഷമായിരുന്നു. ഞാൻ അച്ഛനെയും അമ്മയും വിളിച്ചു പറഞ്ഞു. അച്ഛൻ വീട്ടിലില്ലായിരുന്നു, അമ്മ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയിരിക്കുന്നു. ഒരു വർഷം കൊണ്ട് ആ ഒരു വലിയ സക്സസ് കിട്ടി. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അടുത്തൊക്കെ ഉള്ളവരുടെ അടുത്തൊക്കെ പറഞ്ഞോ ജോലി കിട്ടിയ കാര്യം? കുറച്ച് പേരെടുത്ത് പറഞ്ഞു. ഓക്കെ, ഇനി എൻ്റെ പ്രൊസീജിയറുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിവേ എന്തായാലും ദിശ അക്കാഡമിയെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള മൊമെൻ്റാണ്. കാരണം ഒരു വർഷത്തെ ടൈം അല്ലെങ്കിൽ കൂടിപ്പോയ ഒരു 1.5 വർഷ സമയം കൊണ്ട് CGL പോലെ ഇത്രയും വലിയൊരു എക്സാം, SSCയുടെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു പരീക്ഷ നേടിയെടുക്കാനായിട്ട് ഹരീഷിനെ പോലെ ഒരാൾക്ക് സാധിച്ചു. അപ്പോൾ ഹരീഷ് ഇട്ട എഫേർട്ടുകളും അല്ലെങ്കിൽ ഹരീഷിൻ്റെ പ്രിപ്പറേഷൻ രീതികളും ഒക്കെ നിങ്ങളോട് ഹരീഷ് പറഞ്ഞു തന്നു. അപ്പോൾ ഹരീഷിനെ പോലെ ഒരാളുടെ അനുഭവം നമുക്ക് വളരെയധികം ഗുണം ചെയ്യും. നിങ്ങൾ ഓരോരുത്തരും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ SSC CGLോ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രചോദനം നൽകുന്ന സ്റ്റോറിയാണ് ഹരീഷിനുള്ളത്. അപ്പോൾ ഹരീഷിൻ്റെ ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി അനുഭവിച്ചതിനുള്ള സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.